ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ആദ്യം നമ്മുടെ മേഘനാഥൻ സാഗറിനെ കാണാൻ വരികയാണ്. അപ്പൊ സാഗറിനോട് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, എടാ ഞാൻ അവളുടെ കയ്യും കാലും പിടിച്ചടാ, ഇത് കണ്ണനോടൊന്ന് പറയാതിരിക്കാൻ. നിന്റെ കാര്യം അവൾ ഉറപ്പായിട്ടും പറഞ്ഞിട്ടില്ല, കാരണം നിന്നോട് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടടാ, നീ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ അവൾ നിന്നോടും നീ പറഞ്ഞ സ്നേഹം തിരിച്ചു പറയും എന്നൊക്കെ പറയുന്നുണ്ടേ. അങ്ങനെ അപ്പൊ സാഗറിന് വീണ്ടും പ്രതീക്ഷയായിട്ടോ. പിന്നീട് നമ്മുടെ മോഹിനി വന്നിട്ട് നമ്മുടെ പ്രതാപന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് മോളുടെ കരുണ മോളെ ഒന്ന് കാണണം, അവൾക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ കാത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പ്രതാപൻ പതിവ് പോലെ ആദ്യം കുത്തുവാക്കുകളാട്ടോ പറയുന്നത്. നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്? നിന്റെ മൂത്ത മോളെ കാണാനാണോ? ഓ, നിന്റെ മൂത്ത മോൾക്കെങ്ങാനാണ് വിശേഷമായിരുന്നെങ്കിൽ നീ നാഴികയ്ക്ക് 40 വട്ടം അങ്ങോട്ട് കയറി ചെന്നാനല്ലോ. ഇപ്പൊ നീ വിശേഷം അറിഞ്ഞിട്ട് ഒരു തവണയെങ്കിലും നീ മോളെ കാണാൻ പോയോ? മോൾക്ക് പലഹാരമായിട്ട് പോയോ? എന്റെ അമ്മയല്ലേ അവൾക്ക് എപ്പോഴും പലഹാരമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മോഹിനിനെ കുറ്റപ്പെടുത്തുന്നുണ്ടേ. അപ്പൊ മോഹിനി, അതൊക്കെ വിട്, ഞാനിപ്പോ എന്തായാലും റെഡിയാകാൻ പോവാന്നൊക്കെ പറഞ്ഞ് അവള് റെഡിയായിട്ട് നമ്മുടെ കണ്ണന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, കമലേശ്വരത്തേക്ക് പോകുന്നുണ്ടേ. അപ്പൊ നമ്മുടെ കരുണയ്ക്ക് ഭയങ്കര സന്തോഷമാകും നമ്മുടെ അമ്മേനെ കാണുമ്പോൾ കേട്ടോ. അങ്ങനെ ഇവര് വിശേഷമൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് കയറുമ്പോൾ മഹാലക്ഷ്മിയെ കാണുകയാണ്. മഹാലക്ഷ്മിയെ കണ്ടപാടെ നമ്മുടെ മോഹിനിയമ്മ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുകയാട്ടോ. എന്നിട്ട് മഹാലക്ഷ്മിക്ക് കുറെ ഉമ്മയൊക്കെ കൊടുത്ത് പിന്നെ മഹാലക്ഷ്മിയുടെ വിശേഷം അറിയാൻ വേണ്ടി മഹാലക്ഷ്മിയും കൊണ്ട് നമ്മുടെ മോഹിനിയമ്മ മുറിയിലേക്കും പോകുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കരുണയ്ക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം കൂടും. അല്ലെ പ്രേക്ഷകരെ, കരുണയെ കാണാനെന്നും പറഞ്ഞ് വന്നിട്ട് നമ്മുടെ മോഹിനി ചെയ്യുന്നത് എന്താ? മഹാലക്ഷ്മിയെ കണ്ടപ്പോൾ മഹാലക്ഷ്മിയുടെ വിശേഷം എന്തായിരിക്കും? മഹാലക്ഷ്മിയുടെ മുറിയിലേക്ക് പോകുക. അപ്പൊ ഇപ്പുറത്ത് നമ്മുടെ പ്രതാപൻ നമ്മുടെ ദുർഗാമ്മയോടൊക്കെ കണ്ണന്റെ ചികിത്സയെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വല്ല മാറ്റവും ഉണ്ടോ ദുർഗേച്ചി എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്. എവിടെ നിന്ന് മാറ്റം? ഞങ്ങൾ 10-12 കൊല്ലത്തോളം ശ്രമിച്ചതല്ലേ, അപ്പോഴൊന്നും വരാത്ത മാറ്റമാണ് ഇപ്പോൾ വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. നമ്മുടെ പ്രതാപന് കുറച്ചൊക്കെ സമാധാനം. എന്നിട്ട് ഇപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മിനെയും നമ്മുടെ മോഹിനി അമ്മയും കൂടി സംസാരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, ചികിത്സയൊന്നും മുടക്കരുത് കേട്ടോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ ആകെപ്പാടെ മടുപ്പാണെന്ന്. കണ്ണേട്ടൻ ആ ഒരു മനസ്സുകൊണ്ട് സ്വീകരിച്ചല്ല മരുന്ന് കഴിക്കുന്നത്, എന്റെയും ഡോക്ടറിന്റെ നിർബന്ധപ്രകാരമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ കരുണ വരുന്നുണ്ട്. എന്നിട്ട് കരുണ വന്നിട്ട് നമ്മുടെ മോഹിനിയമ്മയെ കുറെ വഴക്ക് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ കാണാനാണോ ഇവളെ കാണാനാണോ വന്നത്? ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ എന്നെ കാണാനാ വന്നതെങ്കിൽ എന്തെങ്കിലും തിന്നിട്ട് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാട്ടോ പറയുന്നത്. അതിനുശേഷം ഇവർ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ഉള്ളിലിങ്ങനെ ചിന്തിക്കുക, ഓ അന്നത്തെ അപകടം വഴിമാറി പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ പ്രൗഢിയിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റിയാനേ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മുടെ പ്രതാപൻ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, നീ എന്തിനാടി ആ കണ്ണച്ചാരനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇങ്ങനത്തെ കൈപ്പേറിയ മരുന്നൊക്കെ കൊടുത്തിട്ട് നിനക്കത് നിർത്തിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. എത്രയൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഒരിക്കലും കണ്ണേട്ടന്റെ ചികിത്സ ഒഴിവാക്കാൻ പോകുന്നില്ല. നിങ്ങൾ അതിനിടയിൽ കണ്ണേട്ടനെ അപകടപ്പെടുത്താതിരുന്നാൽ മതി എന്ന് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ പ്രതാപന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ടേ. അപ്പൊ തന്നെ നമ്മുടെ പ്രതാപൻ ആകപ്പാടെ ഇങ്ങനെ ഷോക്ക് കിട്ടിയ പോലെ നിൽക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ കരുണയും ആകപ്പാടെ ഇങ്ങനെ ഇതായി നിൽക്കുക. ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. ഇനി എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതും കണ്ടു തന്നെ അറിയണോട്ട് കൂട്ടുകാരെ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.